നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോധതലം, ലെവൽ ഓഫ് കോൺഷ്യസ്നസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവണം, വികസിച്ചിട്ടുണ്ടാവണം. അപ്പോഴേ അത് ശരിക്കും എഡ്യൂക്കേഷൻ ആവുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പഠിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ തക്കവണ്ണം ബോധതലം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. മഹാഭാരതത്തിൽ അശ്വത്ഥാമാവ് എന്നുള്ള കഥാപാത്രമുണ്ട്. പുത്രവാത്സല്യം കാരണം ദ്രോണർ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം കൊടുക്കുക. അർജുനൻ്റെ കയ്യിലുണ്ട് ബ്രഹ്മാസ്ത്രം, അശ്വത്ഥാമാവിൻ്റെ കയ്യിലുണ്ട് ബ്രഹ്മാസ്ത്രം. അശ്വത്ഥാമാവ് സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട്, ദുര്യോധനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാഭാരതം കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് അയക്കുകയാണ്. കാരണം ഇനി ആ തലമുറ നിലനിർത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്ത്. അപ്പോൾ അതുകൂടി വധിച്ചു കഴിഞ്ഞാൽ പരമ്പര തീർന്നു. ഭഗവാനാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന പേര് വരുന്നത്. നേരെ മറിച്ച് അർജുനൻ ബ്രഹ്മാസ്ത്രം വിക്ഷേപിച്ചപ്പോൾ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണം. അപ്പോൾ അർജുനൻ തിരിച്ചു വിളിക്കാൻ പറ്റി. അശ്വത്ഥാമാൻ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവന് തിരിച്ചു വിളിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന അറിവ്, നമ്മൾക്ക് ലഭിക്കുന്ന സ്കിൽസ്, അത് ഉപയോഗിക്കാൻ തക്കോണം നമ്മുടെ കോൺഷ്യസ്നസ് ഇവോൾവ് ആണ്. ഇല്ലെങ്കിൽ ആ അറിവ് വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുക. ഇപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻ്റലിജൻസിൽ മാത്രം വളർന്നിട്ടുള്ള വ്യക്തികൾ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നു. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അറിവുകൾ. അപ്പോൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിസ്മരിച്ച് പോകുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ശരീരത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ട്രീറ്റ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ. അതൊന്നും എനിക്കറിയില്ല, അത് പഠിച്ച് കഴിഞ്ഞു, മറന്നുപോയി. വലിയൊരു അത്ഭുതമല്ലേ. ഇപ്പോൾ ഒരു MBBS കഴിഞ്ഞ്
MD കഴിഞ്ഞ് DM-ലെത്തുമ്പോഴേക്കും MBBS ലെവലിൽ അറിവ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിനു മുമ്പേ MBBS വരുന്നതിന് മുമ്പേ നമ്മളൊരു മനുഷ്യനായിരുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഡിവൈനായിരുന്നു. ഡിവൈൻ ക്വാളിറ്റി എപ്പോഴേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നേരെ മറിച്ചിട്ട് കൂടുതൽ പഠിക്കുന്നതോറും നമ്മൾ മനുഷ്യത്വം വർദ്ധിക്കുകയും ഡിവിനിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ ഈ അറിവ് ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുകയാണെങ്കിൽ നമ്മൾ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്ന വ്യക്തികൾ, വസിഷ്ഠൻ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധം അത്രയും വികസിച്ചില്ല. എത്ര പ്രകോപിപ്പിച്ചാലും വസിഷ്ഠന് ദേഷ്യം വരില്ല. വിശ്വാമിത്രൻ പലതരത്തിലും വസിഷ്ഠനെ കോപിപ്പിക്കാൻ ശ്രമിച്ചു. വസിഷ്ഠൻ അതൊന്നും ഉപയോഗിച്ചില്ല. വസിഷ്ഠൻ എല്ലാം റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. യുദ്ധത്തിന് വരുമ്പോൾ വസിഷ്ഠൻ തൻ്റെ യോഗദണ്ഡ് വെച്ച് അതൊക്കെ എതിർക്കും. പക്ഷെ തിരിച്ചൊന്നും ഉപയോഗിക്കില്ല. എല്ലാം അറിയാം, പക്ഷെ ഉപയോഗിക്കില്ല. അതാണ് സ്നേഹത്തിൽ ഉള്ള ഉയർച്ച. ഭഗവാൻ ശ്രീരാമൻ്റെ എക്സാമ്പിൾ എടുത്താൽ അറിയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എക്സാമ്പിൾ അറിയാം. ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാം ക്ലീനാക്കാനുള്ള കഴിവുണ്ട്. യുദ്ധത്തിൽ എല്ലാവരും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള പ്രാഗൽഭ്യമുണ്ട്. പക്ഷേ അദ്ദേഹം അതൊന്നും ഉപയോഗിക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമ്മൾ അറിവിൽ ഉയരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ സ്കിൽസ് കൂടുതൽ ഡെവലപ്ഡ് ആകുമ്പോൾ, നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകുമ്പോൾ ബോധതലവും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കുട്ടിക്കാലത്ത് നിന്നും 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടിക്ക് ബോധവികാസം സംഭവിച്ചിട്ടുണ്ടാവണം. അത്രയും അറിവുണ്ട്. ഈ അറിവിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വിവേകബോധം വന്നിട്ടുണ്ടാവണം. എങ്കിലും ആ അറിവൊക്കെ മിസ്യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം കാണാം. മൊബൈൽ ഇപ്പോൾ എല്ലാവരും കയ്യിലുണ്ട്. പക്ഷേ മൊബൈൽ ശരിക്കും ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും വെറുതെ അനാവശ്യമായിട്ടുള്ള പടങ്ങൾ കാണാനും അനാവശ്യമായിട്ടുള്ള ചാറ്റ്സ് നടത്താനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ പൈസ കൈക്കലാക്കാനും ഒക്കെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. ശാസ്ത്രത്തെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നു. കാരണം ബോധവികാസം സംഭവിച്ചിട്ടില്ല. നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ വേണ്ടാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പരാജയമല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവിടെയും വീണ്ടും പരാവിദ്യയുടെ പ്രാധാന്യം, ഉള്ളിലേക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള തിരിച്ചറിവ് വരാനുള്ള ഒരു വികാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് വിദ്യാഭ്യാസം എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ യുദ്ധം നടത്താൻ ഉണ്ടാവുന്ന കഴിവുകൾ, അതിന് വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിശാലികളായുള്ള ആൾക്കാരാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അമേരിക്ക കൊണ്ടുപോയി ഹിറോഷിമ നാഗസാക്കിയുടെ മുകളിൽ ബോംബിട്ടു. അതിൻ്റെ കഴിവുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണമായിരുന്നു, വേണ്ടതായിരുന്നു. അപ്പോൾ അത് ആ തിരിച്ചറിവ് വരുന്നത് വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യിൽ കൊടുക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡു നോ ഹാം എന്നാണ് ഒരു ഡോക്ടറോട് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ. ആരെയും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്. നമുക്ക് ശരിയാക്കാൻ പറ്റുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നശിപ്പിക്കരുത്. നമ്മൾ ലോകത്തെ ഉയർത്താനും ബോധതലത്തിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും ഹാർമണിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നമ്മളെ സങ്കുചിതമായിട്ടുള്ള തലത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, സ്വാർത്ഥ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളത് പുനഃപരിശോധിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രാധാന്യം ദാജി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലേക്ക് വന്നു ചേരും എന്നും ഇത് കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാക്കും എന്നുമുള്ളത് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇനി ലോകത്തിൻ്റെ ഡയറക്ഷൻ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യുദ്ധമുണ്ടാവില്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ജാനുവരി 30. ഇത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം വധിക്കപ്പെട്ടാണ്. ഭക്തൻ അവസാനം വരെ പറഞ്ഞു, ഞാനൊരു ഭക്തനാണ്, രാമഭക്തനാണ്, എൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വരാന്വേഷണമാണ്, സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരാന്വേഷണമാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വത്തെ വധിക്കാനുള്ള കാരണം ഈശ്വരൻ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ തന്നെയായിരുന്നു. അത് എഡ്യൂക്കേഷൻ്റെ ഒരു തെറ്റായിട്ടുള്ള സമീപനമല്ലേ? അപ്പോൾ നമ്മൾ എല്ലാം ശരിക്കും മനസ്സിലാക്കാനും അതിന് പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അത് സ്വീകരിക്കാനും പറ്റുന്ന തലത്തിൽ വളരേണ്ട ആവശ്യമുണ്ട്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാം വിദ്യുഷാവഹൈ ഓം ശാന്തി 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 എന്നാണ് മന്ത്രം. ഇത് നമ്മൾ
പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നടപ്പാക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ ഇതേ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.